സമര യൗവനത്തിനെതിരെയും കലാപാഹ്വാനത്തിന് കേസെടുത്ത പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ നടപടിയെ എം സ്വരാജ് ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. നമ്മൾ നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ, നമ്മൾ സംഘപരിവാറിനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കേരളത്തിലെ പിണറായി വിജയന്റെ CPM-ന്റെ പോലീസിന് എന്തുകൊണ്ടാണ് കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ തോന്നുന്നതെന്ന് ഒരിക്കൽ പോലും എം സ്വരാജ് ചോദിച്ചതായും നമ്മൾ കണ്ടിട്ടില്ല. ഈ രാജ്യത്താകമാനം ഏറ്റവും കൂടുതൽ UAPA കേസുകൾ എടുത്തത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുത കേട്ടിട്ടും എം സ്വരാജിന്റെ മുരടനങ്ങുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അലൻ താഹ എന്ന 2 ചെറുപ്പക്കാരെ, ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന ചെറുപ്പക്കാരെ UAPA കേസിൽ പിടിച്ച് അകത്തിട്ടപ്പോൾ അവർ ചായ കുടിക്കാൻ പോയവരല്ലെന്ന് ആക്ഷേപിച്ച പിണറായി വിജയന്റെ പ്രസ്താവനയും എം സ്വരാജ് കണ്ടിട്ടില്ല. റിയാസ് മൗലവി വധക്കേസിലെ RSSകാരെ സംരക്ഷിച്ച കേരള പോലീസിനെ കുറിച്ചിട്ടോ, പാനായിക്കുളം സിമി കേസിൽ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരുടെ ജീവിതം ഭരണകൂട വേട്ടയ്ക്ക് വിട്ടുകൊടുത്ത കേരള പോലീസിലെ സംഘപരിവാർ വൽകൃത സഖാക്കന്മാരുടെ സാന്നിധ്യത്തെ കുറിച്ചിട്ടോ, കൊടിഞ്ഞി ഫൈസൽ വധക്കേസിലെ ഈ CPM-ന്റെ സംഘപരിവാർ താല്പര്യങ്ങളെ കുറിച്ചിട്ടോ ഒരിക്കൽ പോലും അദ്ദേഹം എതിർത്തതായി നമ്മൾ കണ്ടിട്ടില്ല. CP സുഗതനെ പോലെ, ശശികലയെ പോലെ